കൂടെ കൂടെ വയറ്റിൽ നിന്ന് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ, ദിവസം 2-3 തവണ വയറ്റിൽ നിന്ന് പോയിട്ടും പൂർണ്ണമായൊരു സംതൃപ്തി കിട്ടാത്ത അവസ്ഥ, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നുക, എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് കൂടെ വയറ്റിൽ നിന്ന് പോകണം തോന്നുക. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടലിന്റെ ചലനത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതിനെ ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം എന്ന് പറയും. IBS എന്നാണ് അതിന്റെ പേര്. അതുകൊണ്ട് തന്നെ IBS 2 തരത്തിലുണ്ട്. ഒന്ന് നമുക്ക് മലബന്ധമായിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കണ്ടീഷൻസ് ആയ കൂടെ നമുക്ക് വയറ്റിൽ നിന്ന് പോകണം തോന്നുക, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോയാൽ ഒരു സംതൃപ്തി തോന്നാത്ത അവസ്ഥ, ടെൻഷൻ വരുമ്പോൾ ഇതുപോലെ കൂടെ വയറ്റിൽ നിന്ന് പോകണം തോന്നുക. ഇതൊക്കെ ഈ IBS എന്ന് പറയുന്ന അസുഖത്തിന്റെ ലക്ഷണമാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കി ചികിത്സിച്ചാൽ മാത്രമാണ് ഈ രോഗം മാറുകയുള്ളൂ. IBS പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ കൃത്യമായി ഡയറ്റും അതോടൊപ്പം തന്നെ മെഡിസിനും എടുക്കേണ്ടി വരും. കുടലിന്റെ ചലനത്തെ ദോഷമായി ബാധിക്കുന്ന ഫുഡ് ഐറ്റംസ് നമുക്ക് ആ സമയത്ത് കഴിക്കാൻ പറ്റുകയില്ല. അത് മാത്രമല്ല, കുടലിന്റെ ചലനത്തെ കറക്റ്റ് ആക്കാനായിട്ടുള്ള മെഡിസിൻസ് നമ്മൾ ആ സമയത്ത് കഴിക്കേണ്ടി വരും. അതിൻ്റെ ഒപ്പം തന്നെ പേഷ്യൻറ്റിന് ഭയങ്കര സ്ട്രെസ്സും അല്ലെങ്കിൽ ഉറക്കക്കുറവ് അല്ലെങ്കിൽ മറ്റനുബന്ധ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതും കൃത്യമായി കറക്റ്റ് ചെയ്താൽ മാത്രമാണ് ഈ അസുഖം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ.